ഇന്ന് ഒരു ഹോസ്പിറ്റൽ ഡേ ആയിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോയി. മുണ്ടക്കയം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലോട്ടാണ് പോയത്. കുഞ്ഞിന് ജലദോഷം, ചേട്ടായിക്ക് പിന്നെ കാലിൽ റാണി കൊണ്ടിരുന്നു. പിന്നെ പനിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മരുന്ന് മേടിക്കാൻ വേണ്ടി പോകുമായിരുന്നു. വരാൻ രാവിലെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ ഒരുക്കിക്കൊണ്ട് ഒരു വിധത്തിൽ പോയി. കാരണം ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നാളെ 2 ദിവസത്തിന് പിന്നെ പണിക്ക് പോകാൻ പറ്റുകയില്ല, കൈ കെട്ട് കഴിക്കും. അതുകൊണ്ട് പിന്നെ പോകാൻ മടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടായി ചീട്ടെടുക്കാൻ പോയ സമയത്ത് ഞങ്ങൾ പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് നിന്നേ. കാരണം അകത്ത് കയറിയ കുഞ്ഞിന് അലമ്പ് തുടങ്ങും. അപ്പോൾ ജലദോഷമാണ്. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം അങ്ങനെ നിന്നു. ആൾക്കാരെ കണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അകത്ത് പോയി കുറച്ച് നേരം ഇങ്ങനെ നിന്നു. പിന്നെ അവിടെ പോയി ഇരുന്നു കേട്ടോ. ചീട്ടെടുക്കാൻ ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, രാവിലെ ആയതുകൊണ്ട്. പിന്നെ ചീട്ടെടുത്തുകൊണ്ട് വരുന്നോടം വരെ ഞങ്ങളവിടെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിന്നു. വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേന് കുഞ്ഞൻ പിന്നെ മറ്റേ ഇരുമിനെ കഴിച്ചപ്പാണ് ഏത് സമയം. പിന്നെ പെണ്ണുങ്ങളുടെ സ്ഥലത്ത് പിന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആണുങ്ങളുടെ സ്ഥലത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊന്ന് ആശുപത്രി ചുറ്റും പരിസരങ്ങളൊക്കെ അകത്തെ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഒരു പടകൂന്നൊരു സൗണ്ട് കേട്ടു. ഞെട്ടിപ്പോയി. വേറൊന്നുമല്ല, ഭിത്തിയിലെ ടൈല് പൊട്ടി താഴെ വീണതാണ്. ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ അത് ക്ലീനർമാർ വന്നത് ക്ലീൻ ചെയ്ത് ചേച്ചി ഉണ്ടായിരുന്നു, ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മേളിലത്തെ നിലയിലാണ് OP വിഭാഗമൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയി. കുഞ്ഞിനിങ്ങനെയൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര കുസൃതിയാണ്, വേറൊന്നുമല്ല, എൻ്റെ മുടിയെ പിടിച്ച വലിയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട്. മുടിയെ പിടിച്ച വലി, പിന്നെ 4 പല്ല് മേളിൽ 2 പല്ല് താഴെ വന്നിട്ടുണ്ട്. പിന്നെ കടിയുമാണ് ഭയങ്കരമേ. അപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ ടോക്കൺ വിളിക്കാനൊന്നും നിന്നില്ല, നേരെ കയറി കേട്ടോ. കയറി മരുന്നൊക്കെ മേടിച്ചു. കാരണം കുഞ്ഞ് കുറച്ച് ഭയങ്കര അലമ്പായിരുന്നു. എൻ്റെ മുടിയെ പിടിച്ച വലി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറം 4ാമത്തെ കൗണ്ടറിൽ മാത്രം ആൾക്കാരിങ്ങനെ കയറുന്നുണ്ടായിരുന്നു. ടോക്കൺ വിളിക്കാനൊന്നും നിന്നില്ല. പിന്നെ ചേട്ടായി സ്വന്തം ആശുപത്രി പോലെയാണ് നിൽക്കുന്നത്, മരുന്ന് മേടിക്കാൻ ഫാർമസി നിൽക്കുന്നതാണ്. എനിക്ക് കണ്ട് ചിരി വന്നു. പിന്നെ അത് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ മരുന്നൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നു. അപ്പോഴത്തേനും ചേട്ടായി ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബൈക്കിൽ കയറി. പിന്നെ ഞങ്ങൾ പുത്തൻചന്തയിലോട്ട് പോയി. അവിടെ ഒരു കടയിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. ചേട്ടായി കടയിലോട്ട് കയറിയ സമയത്ത് ഞങ്ങൾ പിന്നെ പുറത്ത് വന്നു. കാരണം കുഞ്ഞിനെ കൊണ്ട് ഒരു കടയിലും കയറാൻ പറ്റില്ല, എല്ലാ സാധനവും വലിച്ചിടുവേ. ശ്രദ്ധിച്ചില്ല, നമ്മുടെ കാശ് കണ്ണിൽ കൂടെ പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങി നിന്ന് അവിടുത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങുമായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഇച്ചിരി അറിവായതുകൊണ്ട് എല്ലാം എടുക്കണം, നോക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി നിന്ന് കുറച്ച് വീഡിയോസും പിന്നെ വണ്ടിയെല്ലാം കൊണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നു. ഞാൻ ആശുപത്രി പോക്കാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കല്ല, എനിക്കത് എൻ്റർടൈൻമെൻറ്റാണ്. പിന്നെ ചേട്ടൻ ഞങ്ങളെ വീട്ടിൽ വഴി കൊണ്ടുവിട്ടിട്ട് ഒന്നുകൂടെ കടയ്ക്ക് പോയേ. കൊച്ചിന് കൽക്കണ്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഞങ്ങളെ കൊണ്ട് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ മെയിൻ റോഡിൽ കൂടെ പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് പെറ്റി കിട്ടുമായതുകൊണ്ട് ഞങ്ങളെ പിന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പോയത്. വീട്ടിലല്ല, താഴത്തെ വഴിയില്ല, പിന്നെ ശകലം കയറി പോകണം വീട്ടിലോട്ട്. അപ്പത്തേന് കാണേണ്ട കാഴ്ചയാണ് താഴത്തെ വീട്ടിലെ താറാവാണ്. ഞങ്ങളെ കണ്ടത് കുടുങ്ങാൻ തുടങ്ങി. ഡാൻസ് കളിക്കുന്ന പോലെ ഇരിക്കുന്നു. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് താറാവിനും പട്ടിയും പൂച്ചയൊക്കെ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ കയറിപ്പോന്നു. പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് ചേട്ടായി, അരമണിക്കൂർ എടുത്തില്ല, 10-15 മിനിറ്റ് കഴിയുമ്പോൾ ചേട്ടായി കടയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശയും മുട്ട റോസ്റ്റ് നിന്ന് എനിക്കൊരു ദോശ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിശപ്പ് മാറാത്തതുകൊണ്ട് ചോറൂടെ കഴിച്ചു. വാഴയ്ക്കാത്തോരൻ, മുട്ട റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തതും കൂട്ടി ഞാൻ ചോറ് കഴിച്ചു. എന്നിട്ടും എനിക്ക് വിശപ്പ് മാറിയില്ലായിരുന്നു. ഒരു 11:30-12 ആറായിട്ടുണ്ട്. ഞാൻ പിന്നെ ഉള്ള ചായയും പാൽച്ചായയും ഉണ്ടായിരുന്നു. പിന്നെ കുമ്പിളപ്പം ഉണ്ടാക്കാൻ തലേദിവസം ഉണ്ടാക്കി തന്നെ. അപ്പോൾ പിറ്റേ ദിവസം കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ചക്കപ്പഴത്തിൻ്റെ മണം, ഇടനീലയുടെ മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 5, 6, 7, 8ാമത്തെ പ്രാവശ്യം തോന്നുന്നു എനിക്കിവിടെ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. കുമ്പിളപ്പം ഉണ്ടാക്കി വെച്ചാൽ 2 ദിവസത്തേന് എനിക്ക് പിന്നെ കുശാലാണ്. ചേട്ടൻ അങ്ങനെ തിന്നൊന്നുമില്ല, 1-2 ഒക്കെ തിന്നുള്ളൂ. പിന്നെ ഞാനും കുഞ്ഞിനും കൂടെ കയറി ഇറങ്ങിയിരുന്ന് തിന്നും. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും ചക്കപ്പഴം കിട്ടുമ്പോൾ. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ 2:30 ആയി. അപ്പോൾ പിന്നെ ഇച്ചിരി ചോറൂടെ തിന്നു. നല്ല വിശപ്പാണ് ഈയിടെയാട്ടെ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞിടയ്ക്ക് പൈനാപ്പിൾ കഴിച്ചിരുന്നു. പൈനാപ്പിൾ കഴിച്ചാൽ ദഹനം കൂടുമെന്നാണ് പറയുന്നത്. അപ്പം ദഹനം കൂടിയതുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പാണ് ഇപ്പോഴേ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ പറമ്പിൽ നിന്ന് പറിച്ചതാണ്. അപ്പം അത് നല്ല വൃത്തിക്ക് ഒരുക്കി പിന്നെ കറിയും വെച്ചു. പിന്നെ വൈകിട്ടത്തേന് പിന്നെ ചീരത്തോരനും മീൻ വറുത്തതും മാത്രമേ ഉള്ളൂ കേട്ടോ. ചേട്ടായി ചോറ് കഴിക്കുമെന്ന് അറിയത്തില്ല. ചേട്ടായി എന്തെങ്കിലും സ്പെഷ്യലൊക്കെ വേണം കഴിക്കണമെങ്കിൽ. പിന്നെ രാത്രി ആയപ്പോഴത്തേന് പിന്നെ ചേട്ടായി കുഞ്ഞിൻ്റെ പനക്കൽക്കണ്ടം പൊടിച്ചു വെച്ചു. കാരണം പണിയെല്ലാം എടുത്ത് ഞാൻ മടുത്തായിരുന്നു. എനിക്കിടയ്ക്ക് പ്രഷർ വന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ വിശപ്പൊന്നും സഹിച്ചിരിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഞാൻ ഡെലിവറി കഴിഞ്ഞ പിന്നെയാണ് ഇങ്ങനെയൊക്കെ. അപ്പം ചേട്ടായി പിന്നെ അത് മാത്രം ഒന്ന് പൊടിച്ച് എനിക്ക് തന്നു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് കൂടുന്നവൻ, പണിയായതുകൊണ്ട് തന്നെ ഒരുപാട് പണിയും ചെയ്യിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ 2 ഗ്ലാസ് കട്ടനും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടായി കുടിച്ചിട്ട് അവിടെ വെച്ചു. ഞാനും കുഞ്ഞിനും കൂടെ പിന്നെ കുമ്പിളപ്പം തിന്നാണ് അവിടെ നിന്ന് ചായ കുടിച്ചു. ഞാനപ്പോൾ തന്നെ മടുത്തായിരുന്നു കേട്ടോ. രാവിലെ വീട്ടിലത്തെ പണികളും എല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേനും കുഞ്ഞിനെ നോട്ടം കൂടെ ആകുമ്പോൾ എനിക്ക് പറ്റിയല്ല കേട്ടോ. എനിക്കും അപ്പടി അവശതയായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എൻ്റെ അവശതയൊക്കെ ഞാനിങ്ങനെ മാറ്റുന്നുണ്ട്. കട്ടൻ ചായയാണേ, പാൽ ചായ എടുത്തില്ല കാരണം കുഞ്ഞിന് വേണ്ടി മാറ്റി വെച്ചായിരുന്നു. പിന്നെ കുഞ്ഞിനും തിന്നുന്നുണ്ട് കേട്ടോ.
കുഞ്ഞിന് മധുരമുള്ള എന്നാ സാധനം കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ്, അവന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ എന്നെ ഉണ്ടാക്കിയാലും അവന് കൊടുക്കും കേട്ടോ. അവന് മധുരമുള്ള കേക്ക്, ബിസ്ക്കറ്റ്, മിഠായി. അപ്പം അത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.